അങ്ങനെ അയർലൻഡിനെതിരെ ഇന്ത്യ ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. വേൾഡ് കപ്പിലെ ആദ്യ മത്സരം തന്നെ ഇന്ത്യ ജയിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അയർലൻഡിന് സാധിച്ചില്ല. 96 റൺസിൽ അവർ ഓൾ ഔട്ടായി. സെക്കൻഡ് ബാറ്റിംഗിൽ ഇന്ത്യ ഈസി ആയിട്ട് കളി ജയിച്ചു. ഇന്ന് ജയിച്ച ശേഷം രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാളി തന്നെ സഞ്ജുവിന് ഇന്ന് അവസരം കൊടുത്തില്ല. സഞ്ജു സൈഡ് ബെഞ്ചിലായിരുന്നു. ഇന്ന് രോഹിത് ശർമ്മയും കോഹ്ലിയുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. കോഹ്ലി ഫ്ലോപ്പ് ആവുകയും ചെയ്തു. ഇന്ന് കളി ജയിച്ച ശേഷം രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വേൾഡ് കപ്പിലെ ആദ്യ കളി തന്നെ ജയിച്ചതിൽ സന്തോഷമുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. T20 വേൾഡ് കപ്പ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. അയർലൻഡ് ചെറിയൊരു ടീമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈസി ആയിട്ട് ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ ഞങ്ങൾക്കിന്ന് തലവേദനയായിരിക്കുന്നത് ഓപ്പണിംഗ് കുട്ടികെട്ടാണ്. വിരാട് കോഹ്ലി ഫ്ലോപ്പായിരിക്കുകയാണ്. ഓപ്പണിംഗിൽ ഞങ്ങൾക്ക് ഇനിയും പരീക്ഷണങ്ങൾ ആവശ്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു ആയിരുന്നു എൻ്റെ ഓപ്പണിംഗ് കോംബോ, എന്നാൽ ഇപ്പോൾ കോഹ്ലി ആയിരിക്കുകയാണ്. കോഹ്ലിക്ക് വൺ ഡൗണിൽ കളിക്കാനാണ് താല്പര്യം. അതുപോലെ തന്നെ സഞ്ജുവിന് വീണ്ടും അവസരം കൊടുക്കും. ഒരു മത്സരം കൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാനില്ല. സഞ്ജുവിനും ജയ്സ്വാളിനും ഇനിയും അവസരമുണ്ട്. ഞങ്ങൾ കാര്യങ്ങൾ പഠിച്ചു വരികയാണ്. ഇന്നത്തെ മാച്ച് ഞങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മത്സരത്തിൽ ഇതിനേക്കാൾ മികച്ച കളി പുറത്തെടുക്കുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. കോഹ്ലിയെ വൺ ഡൗൺ ഇറക്കി രോഹിത് ശർമ്മയും സഞ്ജുവും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യണമെന്നാണ് ആരാധകർ പറയുന്നത്. കോഹ്ലിക്ക് ഇന്ത്യൻ ടീമിലെ ഓപ്പണറാകാൻ സാധിക്കുന്നില്ല. അദ്ദേഹം വൺ ഡൗണിലാണ് ഫോം ആകാറ്. ഒരു പൊസിഷൻ മാറുമ്പോൾ തന്നെ ചില താരങ്ങൾ ഫ്ലോപ്പ് ആകാറുണ്ട്. ഋഷഭ് പന്തിനെ വൺ ഡൗൺ ഇറക്കാൻ വേണ്ടിയാണ് കോഹ്ലിയെ ഓപ്പണറാക്കിയത്. ആ തീരുമാനം പാളിയിരിക്കുകയാണ്. സഞ്ജു വീണ്ടും വരണമെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജുവിനെ സന്നാഹ മത്സരത്തിൽ ഒരവസരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അടുത്ത മാച്ചിൽ സഞ്ജു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.